ഇന്നൊരു ബണ്ണ് വെച്ചിട്ടുള്ള ഹെയർ ബൻ മേക്കിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കുറേ ബണ്ണുകളുണ്ട്. ഇത് ഞാൻ തന്നെ സ്വയം കട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വീതിയുള്ളൊരു ഹെയർ ബാൻഡ് എടുക്കുക. അതിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് കാണാം. എന്നിട്ടിപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടോ, ഇതുപോലെ താഴേക്കൂടെ വലിക്കാം, മുകളിലോട്ടൊന്ന് വലിക്കാം. അപ്പോൾ അവിടെ ലോക്കായി കിടന്നോളൂ. ആദ്യം ഒരു സൈഡ് എടുക്കും, പിന്നെ ഒരു സൈഡ്, അങ്ങനെ ഇടത് വലത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് വെക്കുക. ഒരു വിരലിൻ്റെ ഒരു സ്പേസ് അവിടെ വിട്ട് വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് ആ ബ്ലാക്ക് ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മറ്റേത് വൈറ്റ് ഇങ്ങനെ കാണൂലേ, അപ്പോൾ ഒരു ബോറാവൂലേ, അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യുക. ആദ്യം ഒരു ഭാഗത്തേക്ക്, പിന്നെ മറ്റേ ഒരു ഭാഗത്തേക്ക്, അങ്ങനെ ആ രീതിയിൽ വേണം ചെയ്യാൻ. നന്നായിട്ട് വലിച്ച് മുറുക്കണം, എന്നിട്ട് നന്നായിട്ട് അടുപ്പിച്ച് വെക്കണം. അല്ലെങ്കിൽ നമ്മളെ വൈറ്റ് ഹെയർ ബാൻഡ് ആയതുകൊണ്ട് ആ വൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് കാണും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒരു കളറും ഒരു സൈഡിൽ വേറൊരു കളറും, അങ്ങനെ രണ്ട് കളേഴ്സ് വെച്ചിട്ടും ചെയ്യാം. അങ്ങനെയും ഭംഗിയുണ്ടാവും. പിന്നെ ഞാനിങ്ങനൊരു കളർ എടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തൊരു കളറാക്കിയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ വെച്ചാലും നല്ല അടിപൊളിയായി ഇരിക്കും. പിന്നെ ഇതുപോലെ നന്നായിട്ട് വലിച്ച് ചെയ്യണം. അപ്പോഴേ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കഴിയുള്ളൂ. ഈ വലിക്കുന്നത് രീതി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ആ വലിക്കുമ്പോൾ അത് ലൂസായി അതുപോലെ തന്നെ ഇങ്ങോട്ട് പോരും. ആദ്യം താഴെ ഇടുക, എന്നിട്ട് മേലെ നിന്ന് ഇങ്ങോട്ട് വലിക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ഇത് കണ്ടോ, ഞാൻ ഈ ചെയ്യുന്നത് ഇതേപോലെ നന്നായിട്ട് വലിച്ചിട്ട് വെക്കണം. ആ വെക്കുന്ന രീതി ശ്രദ്ധിക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് മുകളിലുള്ളത് ഈ ഭാഗത്തേക്ക്, വലത് ഭാഗത്തേക്കും പിന്നെ ഇടത് ഭാഗത്തേക്ക്, ആ രീതിയിൽ ഇങ്ങനെ പോകണം. അപ്പോഴേ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കാണിക്കുള്ളൂ. ഇതിങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാം. അവസാന ഭാഗം വരെ കുറഞ്ഞൊരു പോർഷൻസ് മാത്രം വിടുക. ഒരു വിരലിൻ്റെ ഒരു വീതി മാത്രം അവിടെ വിട്ട് വെക്കണം. ആ ഭാഗത്താണ് നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റിൽ ബണ്ണെടുക്കുക, എന്നിട്ട് അതിനെ മറ്റേതിൻ്റെ ഉള്ളിലൂടെ കയറ്റി വെക്കുക. കണ്ടോ, ഈ ബണ്ണെടുത്തിട്ട് മറ്റേ ബണ്ണ് അതിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് കാണിക്കുന്നത്. ഇതൊന്ന് ലോക്കാക്കി വെക്കുന്നതാണ്. നമ്മളെ മുടിയൊക്കെ പിന്നി കെട്ടി വെക്കുന്നത് പോലെ ആ ഒരു രീതി പോലെ നമുക്ക് തോന്നുന്നത് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലാസ്റ്റ് ഭാഗം കണ്ടോ, ഇതുപോലെ ഒന്ന് മുറുക്കിയിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം സെറ്റായി. അത് താഴോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് നീക്കിയിട്ട് കുറച്ചൊരു മുകൾ ഭാഗത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ല ഭംഗിയുണ്ടായി കാണിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും നമ്മൾ ഇതേപോലെ ചെയ്ത് തീർക്കണം. ഇത് കണ്ടോ, ആ ഒരു ബണ്ണിനെ മറ്റേ ഒരു ബണ്ണിൻ്റെ ഉള്ളിലൂടെ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ വലിക്കുന്നത് കുറവാകുമ്പോഴുള്ള മിസ്റ്റേക്കുകളാണ് വരുന്നത്. അപ്പോൾ ഇത് വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഈ വലിക്കുമ്പോൾ നന്നായിട്ട് വലിച്ച് മുറുക്കിയിട്ട് വെക്കണം. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പാൾട്ടുകൾ പറ്റും. ഇതുപോലെ ഒരു ബണ്ണിനെ മറ്റേ ബണ്ണിൻ്റെ ഉള്ളിലോട്ട് വലിക്കാം. ഈ ബണ്ണ് വെച്ചിട്ട് തന്നെ പല രീതിയിലും പല മോഡലിലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ആദ്യം ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഐഡിയ കിട്ടും. വലത്ത് ഭാഗത്തെ ബണ്ണിനെ ഇടതേ ഭാഗത്ത് ബണ്ണിലോട്ട് ഇതേപോലെ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തതുപോലെ അതേപോലെ ഒന്ന് കോർത്ത് വെക്കാം. അപ്പോൾ വേറൊരു ടൈപ്പായി നമുക്ക് കാണിക്കാം. ഇങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് ഫിനിഷിങ് കഴിഞ്ഞു. അതായത് ബണ്ണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്.
ആദ്യം അടിഭാഗത്തെ ആ വൈറ്റ് പോർഷൻസ് ഒന്ന് ബ്ലാക്ക് പോർഷൻസ് ആക്കുക. ഇനിയിപ്പോൾ ബ്ലാക്ക് ഹെയർ ബാൻഡ് ആണെങ്കിലും നമ്മൾ ഈ ടാപ്പ് കൊണ്ടൊന്ന് ചുറ്റുന്നത് നന്നായിരിക്കും. അങ്ങനെ ചുറ്റിയാൽ ആ മുകളിലുള്ള ബണ്ണിൻ്റെ ആ തല്ലത്തുള്ള ഭാഗം പുറത്തേക്ക് തള്ളി പോരില്ല. മറ്റേത് അതൊന്നും ഇങ്ങോട്ട് പോന്നാൽ ആ ബണ്ണ് മൊത്തമായിട്ട് ലൂസായി പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ടാപ്പ് ഞാനവിടെ ഒട്ടിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് വൈറ്റ് ആയിരിക്കും മാച്ച്. അതുപോലെ ഗോൾഡൻ കളർ ഒക്കെ ഭംഗിയുണ്ടാവും. ഇതേപോലെ നമ്മൾ വാഷ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന മുത്തുണ്ടാവും. തുന്നുന്ന ഹോൾസ് ഉള്ളതല്ല, ഒരു ഭാഗം പരന്നിട്ടും ഒരു ഭാഗം മുത്തിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഉരുണ്ട രീതിയിലുമായിരിക്കും ഈ മുത്ത് വരുന്നത്. ഈ ഒരു മുത്ത് ഇതേപോലെ ഇങ്ങനെ ഒട്ടിക്കുക. ഈ നടുവിൽ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈഡിലെ പോർഷൻസുകളിലും ഒട്ടിക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഭംഗിയായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഫുള്ളായിട്ട് നമുക്ക് മിക്സഡ് കളറായിട്ടും ഒട്ടിക്കുന്നത് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ആ ഒരു മുത്തിൻ്റെ പരിപാടികളും കഴിഞ്ഞു. ഈ രണ്ട് സൈഡില്ലേ ഞാൻ ഇപ്പോൾ ഈ കാണിച്ചു തന്ന ഈ രണ്ട് ഭാഗങ്ങളിലും നമുക്ക് മുത്ത് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ബൺ ഹെയർ ബാൻഡ് മേക്കിങ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.